അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതൊക്കെയാണ് നരകമെന്ന് പറയുന്നത്. ആ നരകത്തിലേക്ക് എറിയും. എന്ത്? ഈ ദുന്യാവിൽ ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, വാപ്പാക്ക് അത് ചെയ്തു കൊടുത്തു, ഇതിനാക്ക് ഇത് ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് അതാപാ. മനസ്സിലായിക്കോ? അതൊന്നും നിനക്കൊരിക്കലും മാതാപിതാക്കൾ ചെയ്തതിന് തത്തുല്യമാകാൻ പറ്റൂല. അവർക്ക് പകരം വെക്കാൻ പറ്റൂല. എന്ത് ചെയ്താലും, എന്ത് ചെയ്യിച്ചാലും പറ്റൂല. അതിന് പറ്റിയൊരു ചരിത്രം കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്കും. أن ابن عمر رضي الله تعالى عنهما كان يطوف بالبيت فإذا رأى رجلا يمانيا. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ കാന യതൂഫു ബിൽ ബൈത്ത്. അദ്ദേഹം പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ്. അദ്ദേഹം നോക്കുമ്പോ ഫഇദൻ റആ റജുലൻ യമാനിയ, യമൻകാരനായ ഒരു മനുഷ്യനെ അവിടെ കണ്ടു. ഹമല ഉമ്മഹു വറാഅ ലഹ്രിഹി, സ്വന്തം ഉമ്മയെ മുതുകിൽ വെച്ചുകൊണ്ട്, തോളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തവാഫ് ചെയ്യാൻ. എന്ത് കഷ്ടപ്പാടായിരിക്കും! ഒറ്റയ്ക്ക് തവാഫ് ചെയ്ത ആള് തന്നെ തവാഫ് കഴിയുമ്പോഴത്തേക്ക് റൂമിൽ പോയി കടന്നാൽ മതി. മുട്ടുവതിനെന്ന് പറയുന്ന സീസണാണ്. പിന്നെ അടുത്ത വക്കത്തിന് വരൂല, ആചാര്യ റൂമിൽ തന്നെ ഇരിക്കുക. ആചാര്യ തവാഫ് ചെയ്യണ്ട. ഇവിടുന്ന് പോകുമ്പോൾ ഉസ്താദിനോട് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു, നമുക്ക് 10 തവാഫ് ഒരു ദിവസം വെച്ച് ചെയ്യണം. അവിടെ പോയിട്ട് ഒരു തവാഫ് കഴിഞ്ഞിട്ട് പിന്നെ ആചാര്യ കാണുന്നില്ല. ആചാര്യ റൂം വിട്ട് ഇറങ്ങുന്നില്ല. റൂമിൽ തന്നെ AC റൂമിൽ റാഹത്തായിട്ട് വിറച്ചിരിക്കുക. പുറത്തോട്ട് ഞാനില്ല. നല്ല സുഖം. അല്ലാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് പോകുമ്പോൾ അതൊന്നും അല്ലായിരുന്നു. യമൻകാരനാകുന്ന ഒരു വ്യക്തി സ്വന്തം ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യാൻ, കഅബ ഇങ്ങനെ തവാഫ് ചെയ്യാൻ. എന്ത് പ്രയാസം സഹിക്കുന്നുണ്ടാകും, എന്ത് വിഷമം സഹിക്കുന്നുണ്ടാകും അദ്ദേഹം. തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യാം. അത് പറ്റും, ശാഫി മദ്ഹബ് അനുസരിച്ച് പറ്റുന്നതാണ്. പക്ഷേ തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോളിലിരിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള തവാഫാണ് എന്നുള്ളത് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്തിട്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടൂല, നിനക്കേ കിട്ടുള്ളൂ. ആർക്കാണ് തവാഫ് ചെയ്യുന്നത്? തോളിൽ വെച്ച് നിൽക്കുന്ന കുട്ടിക്കാണോ, തോളിൽ വെച്ചിരിക്കുന്നതാകുന്ന ഉമ്മാക്കാണോ, ആർക്കാണോ? അവർക്ക് വേണ്ടി. ഇതൊക്കെ പഴയ കാലഘട്ടം. ഇന്നിപ്പോ അവിടെ എന്തുണ്ട്? 2ാം നിലയിലും 3ാം നിലയിലും ഒക്കെ ഇങ്ങനെ ഓടിച്ച് നല്ല കസേരയിൽ എത്തിയിട്ട് ഓടിക്കും. ഒരു 400 ദീനാറം കൊടുത്താൽ, ഏകദേശം 10,000 രൂപ കൊടുത്താൽ റാഹത്തായിട്ട് കൊണ്ട് തവാഫ് ചെയ്യിച്ച് കൊണ്ടുവരും. മാർ ഓടിക്കോളും. നമ്മൾ ഒരു തവാഫ് ചെയ്യുമ്പോൾ 7 എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും. റൗണ്ട് ചെയ്യും, മുകളിലത്തെ നിലയെ കൊണ്ടിട്ട് ചെയ്യിക്കും. അപ്പൊ അതൊക്കെ സൗകര്യമായി. മുമ്പ് അങ്ങനെ എല്ലാവരും ഇല്ല, അവനവൻ നോക്കാന്നുള്ളൂ. അപ്പൊ തോളിലെടുത്ത് വെച്ചിട്ട് ഇദ്ദേഹം തവാഫ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ആരുടെ അടുക്കൽ? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായിയാകുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ മകന്റെ അടുക്കൽ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ, അദ്ദേഹത്തോട് പറയാൻ, ഇന്നി ലഹാ ബൈറും മുദല്ലലൂ, അല്ലയോ അബ്ദുല്ലാഹി ബിൻ ഉമറേ, ഉമറേ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരു കോവർ കഴുതയെ പോലെയാണ്. കോവർ കഴുതയെ പോലെയാണ്. ഒരു കഴുതയെ പോലെ എന്റെ ഉമ്മയുടെ മുന്നിൽ ഞാൻ വിനയാന്വിതനായി നിലകൊള്ളുകയാണ്. ഉമ്മ ഇതാ പരിശുദ്ധമായ കഅബ കാണണമെന്ന് അടങ്ങാത്ത ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ഉമ്മയെ തോളിൽ ചുമന്നുകൊണ്ട് യമനിൽ നിന്ന് ഈ പരിശുദ്ധമായ മക്കയിലേക്ക് വന്നതാണ്. ഇവിടെ എത്തി ഉമ്മയെ തോളിൽ വെച്ചുകൊണ്ട് ഞാൻ തവാഫ് ചെയ്തു. ഇത്രയേറെ പ്രയാസങ്ങൾ സഹിച്ചതാകുന്ന എനിക്ക് ഫഹൽ തറാനി ജസൈതുഹാ, ഉമ്മയോടുള്ള പരിപൂർണമായ പ്രതിഫലം, ഉമ്മയോടുള്ള കടമ പരിപൂർണമായി നിർവഹിച്ചവനല്ലയോ എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുയോട് ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ പറയുകയാ, ലാ ഇല്ല മോനെ, ഇല്ല മോനെ, നിന്നെ ഉമ്മയെ പരിശുദ്ധമായ യമനിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് തോളിൽ ചുമന്നുകൊണ്ടുവന്ന് ഇവിടെ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യിച്ചാലും ഉമ്മയ്ക്ക് പകരം വെക്കാൻ നിന്റെ അമലിനെ പറ്റൂല എന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. യമനിൽ നിന്ന് ഉമ്മയെ തോളിലെടുത്ത് വെച്ച് മക്കയിലെത്തി.
കുറെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും വന്ന വിശ്രമിച്ചിട്ടായിരിക്കും, ആയിക്കോട്ടെ. ഇവിടെ വന്നിട്ട് ഉമ്മയെ തോളിലെടുത്ത് വെച്ച് തവാഫ് ചെയ്തു. ഉമ്മയോട് കടപിടിക്കോ? ഉമ്മ ചെയ്തതിനൊക്കെ പകരം വെക്കാൻ പറ്റുമോ? പകരം വെക്കാനില്ല. വേണേ അള്ളാഹു ഇതിന് കൂലി തരും. ഉമ്മാക്ക് പകരം ആ പരിപാടിയില്ല. വാപ്പാ ചെയ്തതിന് പകരം പറ്റൂല. വാപ്പാക്ക് നല്ലൊരു വാഗനർ വണ്ടി എടുത്തു കൊടുത്തു. വാപ്പാക്ക് ഒരു സ്വിഫ്റ്റ് വേണം, വാപ്പാക്ക് എടുത്തു കൊടുത്തു. പ്രവാസിയായ മകൻ അപ്പാടെ ആഗ്രഹമൊക്കെ പൂർത്തീകരിച്ചു. വാപ്പാക്ക് ഒരു ആക്റ്റീവായി പോകാൻ വേണ്ടി 70 വയസ്സുള്ള കാക്കാക്ക് എടുത്തു കൊടുത്തു. അതുകൊണ്ട് ഞാൻ എന്റെ വാപ്പയോടുള്ള ബാധ്യത നിർവഹിച്ചു. ഒരിക്കലും ഇല്ല. ഉമ്മാക്കൊരു സ്കൂട്ടി വേണമെന്ന് പറഞ്ഞു, എടുത്തു കൊടുത്തു. അതുകൊണ്ട് എന്താ ഉമ്മാടുള്ള ബാധ്യത നിർവഹിച്ച? ഒരിക്കലും ഇല്ല. ഉമ്മാക്ക് എല്ലാ ദിവസവും ഓട്സ് കാച്ചി ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്താ ബാധ്യത നിർവഹിച്ച? ഇല്ല. ബാധ്യത നിർവഹിച്ചവനാവൂല. അതിങ്ങനെ കിടക്കാണ്, ബാധ്യത ഇങ്ങനെ കിടക്കുക. അതിനൊക്കെ കൂലി അല്ലാഹു തരും. അവർക്ക് തത്തുല്യമായി ചെയ്തു എന്ന് പറയാൻ ഉതകുന്ന ഒരു പ്രവർത്തനവും നീ ചെയ്തിട്ടില്ല. നല്ല നിയ്യത്തിലാണോ നീ ചെയ്യുന്നത്? നാട്ടുകാരെ കാണിക്കാൻ, സഹോദരങ്ങളെ കാണിക്കാനൊന്നും അല്ല. അള്ളാഹുവിന്റെ സംതൃപ്തി ആഗ്രഹിച്ചാൽ നീ ചെയ്യുന്നത് എങ്കിൽ വല്ലാഹി നിനക്ക് കൂലി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചില ആളുകളുണ്ട്, വീട്ടിന്റെ മുഴുവൻ ആധാരം ഉൾപ്പെടെ വാപ്പായും ഉമ്മായും കൊടുത്തിരിക്കുന്നത് ആർക്കാ? ഇളയ മകനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാപ്പായും ഉമ്മയും നോക്കൂല എന്ന് പറയുന്ന മൂത്ത ജ്യേഷ്ഠന്മാരുള്ള കാലം. മൂത്തവരാരും പിന്നെ ഉമ്മായി തിരിഞ്ഞു നോക്കൂല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വേണ്ട. മാതാപിതാക്കൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അത് മാസം മാസം അല്ലെങ്കിൽ വർഷത്തിൽ നല്ലൊരു തുക അവർക്ക് കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അത് അവരോടുള്ള ഹക്കാണ്. അവര് മരിച്ചാൽ ഹൈവാന ഈ സ്വത്ത് നിനക്ക് തന്നെ വീതം ചെയ്തെടുക്കാം. അത് മനസ്സിലാക്കി. അനന്തര സ്വത്ത് നിനക്ക് തന്നെ ഇങ്ങോട്ട് വരും. ഈ സ്വത്ത് നീ അങ്ങോട്ട് കൊടുത്താലും ഇത് വാപ്പാടെ ഉമ്മാടെയും അനന്തരം നിന്റെ കയ്യിലേക്ക് തന്നെ വരും. കോടിക്കണക്കിന് രൂപ കൊടുക്കണമെന്നോ ലക്ഷക്കണക്കിന് കൊടുക്കണമെന്നല്ല. അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് അവരുടെ കയ്യിൽ ഒരു തുക വാപ്പാടെ കയ്യിൽ കൊടുക്കണം, ഉമ്മാടെ കയ്യിൽ കൊടുക്കണം. സുഖമില്ലാതെ കിടക്കായിരിക്കും, കൊടുത്തേ പറ്റൂ. അവരെ ശ്രദ്ധിക്കണം. കല്യാണത്തിന്റെ ദിവസം എത്രയോ മുസ്ലിം സഹോദരങ്ങൾ സ്വന്തം മാതാപിതാക്കളെ മാറ്റി നിർത്താൻ, വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ എത്രയോ കല്യാണ വീടുകൾ അങ്ങനെ പ്രായം ചെന്ന വാപ്പയും ഉമ്മയും നിർത്തൂല. അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇടുക. കാസർഗോഡ് വലിയ വൃദ്ധസദനങ്ങൾ. ഈ കൊച്ചു കേരളത്തിലെ 1000-ലധികം വൃദ്ധസദനങ്ങളുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ, ഈ 600 കിലോമീറ്റർ ചുറ്റളവുള്ളതാകുന്ന ഈ കൊച്ചു കേരളത്തിൽ 1000-ലധികം വൃദ്ധസദനങ്ങൾ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാസർഗോഡുമുണ്ട് വൃദ്ധസദനങ്ങൾ. ഒരു ജില്ലയിലും ഇല്ല ഇല്ലാത്തത്. എല്ലാ ജില്ലകളിലും. യൂട്ടിലിറ്റേറിയൻസിന്റെ കാലഘട്ടമാണ്. പ്രയോജനാത്മകവാദം. പ്രയോജനമുള്ളതിനെ മക്കൾ സ്വീകരിക്കുള്ളൂ. പ്രയോജനം ഇല്ലെങ്കിൽ വാപ്പാണെങ്കിലും കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തള്ളിയിടുക. ആലപ്പുഴയിൽ ഒരു ഭാഗത്ത് വീട്, ഇവിടെ എന്താ പറയാ, ലീസിന് കൊടുക്കാന്നല്ലേ പറയാ. ലീസിന് കൊടുക്കുന്ന സമ്പ്രദായം, പണയത്തിന് കൊടുക്കുക, അതിന്റെ പരിപാടി ഇല്ല. 5 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപയ്ക്കൊക്കെ പണയത്തിന് കൊടുക്കുക. അഥവാ ഞാനൊരു വ്യക്തി എടുക്കുക, എന്റെ വീടാണ്, ആ വീട് ഞാൻ എന്ത് ചെയ്യുന്നു, 5 ലക്ഷം രൂപയ്ക്ക് വേറൊരാൾക്ക് പണയം കൊടുക്കും. പണയത്തിന് കൊടുക്കുക. അയാളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ ഞാൻ വാങ്ങി വീടിന്റെ ഉടമസ്ഥനായ ഞാൻ എന്റെ വീട്ടിൽ കയറി താമസിച്ചോളാൻ പറയും. ഞാൻ ഗൾഫിലായിരിക്കും, എനിക്ക് ആ വീട് കൊണ്ടൊരു പ്രയോജനമില്ല. എന്റെ മക്കളും ഞാനും എല്ലാം ഗൾഫിലാണ്. ആ വീട് വെറുതെ കിടന്ന് നശിക്കണ്ട എന്ന് കരുതി 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് എന്റെ ബിസിനസ്സിലേക്ക് ഇട്ട് ഞാൻ പ്രവാസ ലോകത്ത് കഴിയുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ വീട് പരിപൂർണമായിട്ട് ഇവർക്ക് വിട്ടുകൊടുക്കുന്നു. 2 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 3 കൊല്ലത്തേക്കൊക്കെ എഗ്രിമെന്റ് എഴുതി വെച്ചിരിക്കുക. ആ കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ഈ പൈസ അദ്ദേഹത്തിന് റിട്ടേൺ കൊടുക്കുന്നു, പരിപൂർണമായി കൊടുക്കുന്നു. വീടിന്റെ താക്കോല് വാങ്ങി വീണ്ടും കയറുന്നു. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ലേ? അത് ഹറാമാണ്. ഷാഫി മദ്ഹബിൽ പ്രത്യേകമായി ഹറാമാണ്, പാടില്ലാത്തതാണ്. പക്ഷെ ആലപ്പുഴയിൽ ഒരു മുസ്ലിം സഹോദരൻ, പക്ഷെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. നിവൃത്തികേട് കൊണ്ട് അങ്ങനെ ചെയ്യുന്ന പല ആളുകളുമുണ്ട്. ആലപ്പുഴയിൽ ഒരു മുസ്ലിം സഹോദരൻ, അദ്ദേഹം മറ്റൊരു മുസ്ലിം സഹോദരന്റെ അടുക്കൽ പോയി ഇതേപോലെ 2 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് അദ്ദേഹം ഇതേപോലെ ലീസിന് വേണ്ടി, പണയത്തിന് വേണ്ടി ചോദിക്കുമ്പോ അദ്ദേഹം വീട് കൊടുക്കാൻ തയ്യാറായി. വീട് കൊണ്ടുവന്നെല്ലാം കാണിച്ചു. 3 റൂമുകളുണ്ട്, നല്ല സൗകര്യം, ഒരു ഹാള്, ഒരു അടുക്കള, ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ളതാകുന്ന ഒരു ബെഡ്റൂം, എല്ലാ സൗകര്യവും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ റൂം എന്താ അടച്ചിട്ടിരിക്കുന്നത്, ഇതൊന്നും തുറന്നൊന്ന് കാണാൻ കൊള്ളാം. ഇല്ല, ആ റൂം തരൂല, അത് പുറത്തെ റൂമാണ്, അത് തരൂല.
അത് വേണം, എനിക്ക് വേണം, അതും കൂടെ കിട്ടിയാൽ ഒരു ഓഫീസ് റൂമാക്കി എടുക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് സൗകര്യമായിരുന്നു എന്ന് അദ്ദേഹം നിർബന്ധം ചെലുത്തിയപ്പോൾ ആ റൂം തുറന്ന് അദ്ദേഹം പറയുകയാണ്, ഇതിനുള്ളിൽ ഒരു പുരാവസ്തു കൊണ്ട് അതിനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ് എങ്കിൽ 2 ലക്ഷം രൂപ കുറച്ച് 1,50,000 രൂപയാക്കി തരാം, അഥവാ 50,000 രൂപ കുറച്ച് തരാം. ഇദ്ദേഹം ഓർത്ത് വല്ല തടിക്കഷ്ണമൊക്കെയാന്ന് കരുതി ഒന്ന് കണ്ടേക്കാന്ന് കരുതി നോക്കുമ്പോ സ്വന്തം ഉമ്മയാണ്, ആ വ്യക്തിയുടെ ഉമ്മയാണ്. മുസ്ലിം സഹോദരൻ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്വന്തം ഉമ്മയെ അതിനുള്ളിൽ പൂട്ടിയിട്ടിട്ട് ഉമ്മയെ കൂടി നീ ഏറ്റെടുക്കുകയാണ് എങ്കിൽ നിനക്ക് 50,000 രൂപ കുറച്ചു തരാമെന്ന് പറയുന്ന ഒരു യുഗത്തിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ തരം താഴ്ന്നു പോയല്ലോ. അഥവാ ഉമ്മാക്ക് വില നിശ്ചയിച്ചു. എത്ര? 50,000 രൂപ. 50,000 രൂപ. ഈ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു മാതാവ്, ലക്ഷക്കണക്കിന് സമ്പത്തുള്ളതാകുന്ന മാതാവ്, ആ മാതാവിനെ നോക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ അവർ പോലീസിൽ പരാതി കൊടുത്തു. അവസാനം പോലീസിന്റെ അധീനതയിൽ മക്കൾ എല്ലാവരും കൂടി വന്നിട്ടും ഉമ്മയെ ലേലം വിളിക്കാൻ. ഒരു മകൻ വന്നിട്ട് പറഞ്ഞു 50,000, അടുത്തവൻ വിളിച്ചു 75,000. റുമ്മാമ്പഴം വെച്ചിട്ട് സദസ്സിൽ വെച്ചിട്ട് ലേലം വിളിക്കുന്നത് പോലെ സ്വന്തം ഉമ്മയെ മക്കളെ ലേലം വിളിക്കാൻ. പത്രത്തിൽ വന്ന വാർത്തയാണ്, ഈ 1 മാസമായിട്ടുള്ള. അവസാനം ഇളയ മകൻ തന്നെ ഏറ്റെടുത്തു. 10 ലക്ഷം രൂപയ്ക്കാണ് ഏറ്റെടുത്തത്. 10 ലക്ഷം രൂപ. അതിന് മുകളിലോട്ട് പിന്നെ ആരും വിളിക്കുന്നില്ല. 7 മക്കളാണ്. അപ്പം വക്കീൽ ഉൾപ്പെടെയുള്ളവര് മക്കളോട് ചോദിച്ചു, മൂത്തുള്ളവരോട് ചോദിച്ചു, വിളിച്ചൂടെ, എന്താ നിങ്ങൾക്ക് വിളിച്ചൂടെ? പറഞ്ഞു, ഇളയവന്റെ കൂടെയല്ലേ എന്തായാലും ഇവര് താമസിക്കുന്നത്, ഇളയവനാ സ്വത്ത് മൊത്തം ഉള്ളത്, അതുകൊണ്ട് അവൻ തന്നെ കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് വേണ്ട എന്ന് പറയാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉമ്മയെ ലേലം വിളിക്കുന്ന അവസ്ഥ, ലേലം വിളിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് ലേലം വിളിച്ച് 10 ലക്ഷത്തിനെങ്കിലും എടുത്തത്? 10 രൂപ പോലും വില കൊടുക്കാതെ ഏതെങ്കിലും റോഡരികിൽ വലിച്ചെറിയുമായിരുന്നു. പക്ഷേ നല്ല സ്വത്തിന്റെ ഉടമയാണ്, റോഡിലിട്ടിട്ട് പോകാൻ പറ്റൂല. ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യം ഇപ്പോൾ പുതിയ നിയമം പാസ്സാക്കിയിരിക്കാൻ. മറ്റൊന്നുമല്ല, മക്കൾ ഇതുപോലെ ഒഴിവാക്കിയതാകുന്ന മാതാപിതാക്കൾക്ക് അവരുടെ സമ്പത്ത് ഉണ്ട് എങ്കിൽ ആ സമ്പത്ത് സംരക്ഷണാർത്ഥം പോലീസിനോട് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അവർക്ക് വിധി പുറപ്പെടുവിക്കും. മരണം വരെ അവരുടെ കാര്യങ്ങൾ ചെലവിന് കൊടുത്തേ പറ്റൂ എന്ന് മക്കളോട് പറയും. ഇപ്പൊ നിയമമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ അതൊക്കെ ശ്രദ്ധിച്ചോളി, ഒക്കെ മനസ്സിലാക്കണം. സ്വത്ത് മുഴുവൻ മക്കൾക്ക് വിശ്വാസമായി ഏർപ്പിച്ചു വെക്കും, ചെയ്തു കൊടുക്കും. അവസാനം മക്കൾ ഇതെല്ലാം കൂടി ഏറ്റെടുത്തിട്ട് വാപ്പയമ്മയും പുറന്തള്ളുന്ന ഒരു കാലഘട്ടം. കല്യാണത്തിന്റെ ദിവസമാകുമ്പോ നല്ല കുടുംബ ബന്ധം, പൂച്ചക്കാട് നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് നിന്നൊക്കെ നല്ല ബന്ധം വരുമ്പോ ആ ബന്ധം വരുന്നതാകുന്ന വീട്ടുകാരിൽ നിന്ന് മറക്കാൻ വേണ്ടി വീടിന്റെ അകത്തളത്തിലുള്ളതാകുന്ന പാവപ്പെട്ട പുരാവസ്തു എന്ന് അവർ വിളിക്കുന്ന സ്വന്തം മാതാപിതാക്കളെ ഒന്നുകിൽ റൂമിനുള്ളിൽ പൂട്ടിയിട്ട് ആ റൂമിനുള്ളിൽ അത്തരത്തിലുള്ള ഒരാളുകൾ പോലുമില്ല എന്ന് അറിയിക്കാതിരിക്കുന്ന ഒരവസ്ഥ. പണ്ടങ്ങനെയല്ല, ഏത് വ്യക്തി വന്നാലും എന്റെ വാപ്പയുടെ അകത്തോട്ട് സുഖമില്ലാതെ കിടക്കുക, ഒന്ന് വന്ന് കണ്ടാലും എന്ന് പറഞ്ഞൊരു ആശീർവാദം വാങ്ങുമായിരുന്നു പഴയ കാലഘട്ടത്തിൽ. ഇന്ന് കല്യാണത്തിന്റെ വീടുകൾ ആരാ അത്തരത്തിലുള്ള മാതാപിതാക്കളെ കൊണ്ടുപോയി കാണിക്കുന്നത്? പ്രായം ചെന്ന ഉമ്മമാര് വീടിനകത്തളത്തിലുണ്ടാകും. ആ സുഖമില്ലാത്ത ഉമ്മയുടെ ചാരത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു, ആ ഉമ്മയൊന്ന് കാണണം, ഉമ്മയുടെ അടുക്കൽ പോയി ഒരു ആശീർവാദം വാങ്ങണം, ഒരു ആശംസ വാങ്ങണം എന്ന് പറഞ്ഞ് പ്രായം ചെന്നതാകുന്ന നമസ്കാരം ഒരൊറ്റ വക്കത്ത് പോലും ഒഴിക്കാതിരുന്ന, ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ കൈപുസ്തകമായി പാതിരാത്രി സമയം മുഴുവൻ പാരായണം ചെയ്ത് സംശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന പാവപ്പെട്ട ഉമ്മമാരെ ഒരു വട്ടം പോലും കാണാതെ അവരെ വീടിന്റെ അകത്തളങ്ങൾ പൂട്ടിയിട്ടുകയോ സ്വന്തം അനിയന്റെയോ മറ്റുള്ള അയൽവാസികളുടെയോ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലേക്കോ കൊണ്ടുപോയി തള്ളിയിട്ട് ഇത്തരത്തിലുള്ള ഒരാള് പോലും ഞങ്ങളുടെ കുടുംബത്തിലില്ല എന്ന് പറയത്തക്ക വിധത്തിൽ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളമാകുന്ന മേഖലകൾ തിരയുന്ന പ്രിയപ്പെട്ടതാകുന്ന യുവാക്കളും യുവതികളും അറിഞ്ഞു വെച്ചോ, നാളെ തീർച്ചയായും ഖേദിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയാലും, ലോകത്ത് ഏത് സ്ഥലത്ത് പോയാലും നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാതെ നീ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെ പോയാലും നീ ചെറുപ്പത്തിൽ മദ്രസയിൽ പോകുമ്പോൾ തുടങ്ങി വെച്ച ഒരു ശീലമുണ്ട്. ബാപ്പയുടെയും ഉമ്മയുടെയും അടുക്കൽ പോയിട്ട് അസ്സലാമു അലൈക്കും ഉമ്മ, ഞാൻ പോവാൻ, മദ്രസയിൽ പോവാൻ. മദ്രസയിൽ നിന്ന് തിരിച്ചു വരുമ്പോ മകള് പറയും അസ്സലാമു അലൈക്കും യാ ഉമ്മി, ഞാൻ വന്നിട്ടുണ്ട് മദ്രസയിൽ നിന്ന്. ഉമ്മ എന്ത് ജോലി ചെയ്യാണെങ്കിലും
ചാള, 1 കിലോ ഐക്കോറ, 1 കിലോ സവാള, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, മുളക് ഇത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കല് മാത്രല്ല കടമ. അത് നീ ചെയ്തേ പറ്റൂ. അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആർക്കാ? ടിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് നിനക്ക് തിന്നാനുള്ളതാണ്. ഇത് 3/4% നീയാ അടിക്കുന്നത്. 2 കിലോ കോഴി കൊണ്ടുവന്നാലും 1.5 കിലോ കോഴി നിനക്കുള്ളതാ. നീയാ കൂടുതൽ കഴിക്കുന്നത്. ഈ എല്ലുന്തിയ വാപ്പാക്കും ഉമ്മാക്കും ഇതിന്റെ പീസൊന്നും വലിയ താല്പര്യമില്ല. അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നീ വെളിച്ചെണ്ണ കൊണ്ടുവന്നാലും, ഈ ചുവന്നുള്ളി എടുത്തുകൊണ്ട് വന്നാലും, ഈ പച്ചമുളക് വാങ്ങിച്ചുകൊണ്ട് വന്നാലും, ഇതിനൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. അത് നീ കൊണ്ടുവന്നേ പറ്റും. നീ ചെയ്തേ പറ്റൂ. അതൊന്നുമല്ല കടമ. പിന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ ഒരു മൗനാനുവാദം ഡെയിലി കഴിക്കുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കുണ്ടായാൽ മാത്രമേ കഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നീ കടമ തെറ്റി വരാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആ മനുഷ്യന് കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ നടന്നു വരികയാണ്, മുന്നിലൂടെ നടക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകനോട് ചോദിക്കുകയാണ്, മൻ ഹാദാ, ഇതാരാണ് മോനെ? ആരാണ് മോനെ? ആരാണ് മോനെ? ഹദാ അബീ, ഇതെന്റെ ഉപ്പയാണ് നബിയേ, എന്റെ ഉപ്പയാണ് റസൂലേ. തങ്ങൾ പറയുകയാ, നിന്റെ ഉപ്പയുടെ മുന്നിലൂടെ നീ നടക്കല്ലേ. ലാ തംശി അമാമാ വലാ തഖുദ് ഖബ്ല ഖുഊദിഹി, നിന്റെ വാപ്പയുടെ മുന്നിലൂടെ നീ നടക്കല്ലേ. വാപ്പ ഇരിക്കാതെ നീ ഇരിക്കരുതേ. വാപ്പയുടെ മുന്നിലിരുന്നു കൊണ്ട് അപ്പൊ പ്രായം ചെന്ന മനുഷ്യന്, അതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിലൂടെ ഷോ കാണിച്ച് നീ നടക്കണ്ട. അപ്പാടെ പിന്നിൽ നടക്കുക. ലോകത്തെ എല്ലാ സ്ത്രീകളുടെയും മുന്നിലൂടെയാണ് പുരുഷൻ നടക്കേണ്ടത്. പക്ഷെ ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മയെ മുമ്പിക്കണമെന്ന് ഉമ്മയുടെ അനുവാദമുണ്ട്. മോനെ നീ ഫ്രണ്ടിൽ നടന്നോ, നടക്കാം. ശ്രദ്ധിക്കണം, ഇതൊക്കെ അഥവാണിതൊക്കെ ഗുരുത്വം വേണ്ടേ? നമ്മള് വലിയ ശരി ഉമ്മയെ നമ്മള് കൊണ്ടുപോകണം. ഫ്രണ്ടിൽ നമുക്ക് പൊരുത്തമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായി. കച്ചവടമില്ല, ബറക്കത്തില്ല, പഠിത്തം ഒരുപാടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല ഒരു ജോലിയില്ല, ഇഖാമ ശരിയാകുന്നില്ല, പ്രവാസ ദിവസം ശരിയല്ല, അവിടെയും അടങ്ങേറി. ഇപ്പോഴും മനസ്സിനൊരു സ്വസ്ഥതയില്ല. മുടിയൊക്കെ നരച്ച് വെപ്രാളപ്പെട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോവാൻ. ടെൻഷനാണ് എപ്പോഴും മനസ്സിൽ. ആദിയാണ്. എന്തുകൊണ്ട്? എന്റെ വാപ്പാക്കും ഉമ്മാക്കും നീ ഇന്നുവരെ ഒരു മനസ്സിന് സമാധാനം നീ കൊടുത്തിട്ടില്ല. നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ വാപ്പയും ഉമ്മയും നീ മറന്നു. അവരോട് സലാം പറയൂല. കല്യാണം കഴിക്കാൻ വേണ്ടി വാപ്പയോടും ഉമ്മയോടും നിർബന്ധം ചെലുത്തുന്നു. അവരുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിനക്ക് സാലിഹത്താകുന്ന ഒരു പെണ്ണിനെ അല്ലാഹു നിനക്ക് നൽകി. വിവാഹം കഴിയുന്നതോടുകൂടി വാപ്പയും ഉമ്മയും മറക്കാൻ, ആ പെണ്ണ് ഊതിത്തരുന്നതനുസരിച്ചുകൊണ്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും മറക്കാൻ. നമ്മൾ അറിയണം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാധ്യത അവനുള്ളത് അവന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കളാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽ തന്നെ അവന്റെ ഉമ്മയോടാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ഒരു പുരുഷന് ഏറ്റവും ബാധ്യതയും കടപ്പാടും ആദ്യം അവന്റെ മാതാപിതാക്കളോട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു പുരുഷന് ഏറ്റവും ബന്ധമുള്ളത് ആരോടാണ് നബിയേ? ആരോടാണ് നബിയേ? ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ ഹക്കടപാടുള്ളത് ആരോടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ മാതാപിതാക്കളോടാണ്, അവന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആയിഷ ബീവി വീണ്ടും ചോദിക്കുകയാണ്, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ഹക്കടപാടുള്ളത് ആരോടാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൗജുഹാ, അവരുടെ ഭർത്താവിനോടാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവുമായി പിണങ്ങുകയാണ്. ഭർത്താവ് പറഞ്ഞു,
എന്റെ ഉപ്പ ഇതാ താഴത്തെ നിലയിൽ താമസിക്കുന്നുണ്ട്. തടി കൊണ്ടുള്ള 2 നില കെട്ടിടമാണ്. ആ താഴെയുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. പക്ഷെ ഉപ്പ എത്ര വിളിച്ചാലും നീ പോകരുത്, എന്റെ ഉപ്പാടെ അടുക്കലേക്ക് നീ പോകരുത്, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ദേഷ്യത്തോടുകൂടി പറഞ്ഞിട്ട് പോവുകയാണ്. അദ്ദേഹം ഭാര്യയായിട്ട് ദേഷ്യമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഉപ്പ താഴെയുണ്ട്. ഉപ്പയെ നോക്കുന്ന വിഷയത്തിലാണ് ചെറിയ പിണക്കം വന്നത്. അപ്പൊ പറഞ്ഞു, എന്റെ ഉപ്പ താഴെയുണ്ട്. പോകാൻ നേരത്ത് പറഞ്ഞു, ഉപ്പാക്ക് നീ വെള്ളമൊന്നും എടുത്തു കൊടുക്കണ്ട, കാരണം നീ ഞാനുമായിട്ട് പിണക്കത്തിലാ, ഉണ്ട് നീ